നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ചരിത്രപ്രസിദ്ധമായ ശ്രീ പകരാവൂർ ശിവക്ഷേത്രത്തിലാണ്. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഈ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് ക്ഷേത്രത്തിലേക്കുള്ള ഈ യാത്ര മനസ്സിന് വലിയൊരു ഉണർവാണ് നൽകുന്നത്. ക്ഷേത്ര സമിതിയുടെ ഒരു പ്രധാന യോഗത്തിൽ പങ്കെടുക്കാനാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. വരാനിരിക്കുന്ന ശിവരാത്രി ആഘോഷങ്ങൾ എങ്ങനെ ഏറ്റവും ഭംഗിയായി വിപുലമായി ആഘോഷിക്കാം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഇന്നത്തെ ഈ ഒത്തുചേരൽ. അതിൻ്റെ വിശേഷങ്ങൾ പകർത്താൻ എന്നെ ക്ഷണിച്ചതിൽ വലിയ സന്തോഷം. ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് നിന്നും നമ്മൾ നേരെ യോഗം നടക്കുന്നിടത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ക്ഷേത്രത്തിലെ 5ാം ഘട്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങളാണ്. അതിൻ്റെ ഭാഗമായി പഴയ ഓടുകൾ മുഴുവനായി നീക്കം ചെയ്യുന്ന തിരക്കിലാണ് ഇവിടുത്തെ തൊഴിലാളികൾ. ക്ഷേത്രത്തിൻ്റെ പ്രൗഢി വീണ്ടെടുക്കാനുള്ള വലിയൊരു പരിശ്രമം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ യോഗത്തിനായി കമ്മിറ്റിയിലെ പ്രധാന ഭാരവാഹികളും മാതൃസംഘടനയിലെ കുറച്ച് അംഗങ്ങളും മാത്രമേ എത്തിയിട്ടുള്ളൂ. നിങ്ങൾ നേരെ മുന്നിൽ കാണുന്ന ഇദ്ദേഹമാണ് ഈ ക്ഷേത്രത്തിലെ മേൽശാന്തി. എല്ലാ അംഗങ്ങളും എത്തിയ ശേഷം വരും ദിവസങ്ങളിലെ ആഘോഷങ്ങളെക്കുറിച്ചും വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശദമായ ചർച്ചകൾ ആരംഭിക്കും. യോഗം തുടങ്ങാൻ ഇനിയും അല്പം സമയം ബാക്കിയുണ്ട്. ആ ഇടവേളയിൽ ഈ പരിസരത്തെ പ്രകൃതി ഭംഗി ഒന്ന് ആസ്വദിക്കുകയാണ് ഞാൻ. നല്ല കുളിർമയുള്ള കാറ്റിൽ മരച്ചില്ലകൾ നൃത്തം ചെയ്യുന്ന ഈ കാഴ്ച കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് മാറി ഇങ്ങനെയൊരു ശാന്തമായ അന്തരീക്ഷം മനസ്സിനെ ശരിക്കും ശാന്തമാക്കുന്നു. അംഗങ്ങളെല്ലാം എത്തിക്കഴിഞ്ഞു. ക്ഷേത്രമുറ്റത്ത് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ സ്ഥല പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ യോഗം തൊട്ടടുത്തുള്ള ക്ഷേത്രപ്പറമ്പിലേക്ക് മാറ്റുകയാണ്. ഞങ്ങളെല്ലാവരും കസേരകളുമായി ആ തണലിലേക്ക് നീങ്ങുകയാണ്. എത്ര മനോഹരമായ ഒരിടം! തലയെടുപ്പോടെ നിൽക്കുന്ന ആൽമരവും അപ്പുറത്ത് പച്ചപ്പ് വിരിച്ച പുഞ്ചപ്പാടവും ആൽമരത്തിൻ്റെ തണലിൽ ആസ്വദിച്ചു വരുന്ന ഇളങ്കാറ്റേറ്റ് ഈ പ്രകൃതിയുടെ മടിത്തട്ടിലിരുന്നാണ് ഇന്നത്തെ യോഗം നടക്കുന്നത്. എല്ലാ അംഗങ്ങളും എഴുന്നേറ്റ് നിന്ന് ഒരു മൗന പ്രാർത്ഥനയോടെ യോഗം ആരംഭിക്കുകയാണ്. ശിവരാത്രി മഹോത്സവം എങ്ങനെ ഭംഗിയാക്കാം എന്നതിനെക്കുറിച്ച് ഓരോരുത്തരും തങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ പോവുകയാണ്. ആദ്യമായി ക്ഷേത്ര കമ്മിറ്റി ട്രഷറർ വിജയൻ വാക്യത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം. ആദിശങ്കെല്ലാം പ്രതിഷ്ഠിതമായ മുമ്പല പകരാവൂർ ശിവക്ഷേത്രം നമുക്കറിയാം, പാരമ്പര്യത്തിൻ്റെതായ പല വശങ്ങളും പുറകിലുള്ള ചരിത്ര പാരമ്പര്യമുള്ള ക്ഷേത്രമാണ്. പകരാവൂർ മനയുടെ കീഴിലുള്ള ക്ഷേത്രമാണ്. അത് നമ്മൾ കുറച്ച് ജനകീയ കമ്മിറ്റി ഏറ്റെടുത്ത് നടത്തുന്നു. അതിൻ്റെ ഭാഗമായി വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ അവിടെ നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഇനി വരാൻ പോകുന്നത് മുഖ്യമായിട്ട് നമുക്കുള്ളത് മഹാശിവരാത്രി 2026. അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ചർച്ച നമ്മുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ജനുവരി 4 നമ്മളൊരു വിപുലമായ സഹസംഘം വിളിക്കുക എന്നുള്ള ആശയമാണ്. ആ സഹസംഘ യോഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കമ്മിറ്റി അംഗങ്ങളും വനിതാ സമാജ അംഗങ്ങളും മറ്റു ഭക്തരും എല്ലാവരും പങ്കെടുക്കുന്ന ഒരു
വിശദമായിട്ടുള്ളൊരു യോഗമാണിത്. ഇതിന് നമ്മൾ മഹാശിവരാത്രിയുടെ ഒരു രൂപരേഖ ഉണ്ടാക്കണം, പ്രവർത്തന ശൈലി ഉണ്ടാക്കണം, എന്തൊക്കെ പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്യണം എന്നുണ്ടാക്കണം, അതിന് വ്യത്യസ്തമായിട്ടുള്ള സാഹസംഘം രൂപീകരിക്കണം, അതിനുശേഷം സബ് കമ്മിറ്റികൾ നിലവിൽ വരണം. ശിവരാത്രി വരുന്നത് ഞായറാഴ്ചയാണ്, ശനി ഞായർ ദിവസങ്ങളിലാണ്. അപ്പൊ തീർച്ചയായിട്ടും ഭക്തരുടെ പങ്കാളിത്തം കൂടും. അപ്പൊ അതിനുള്ള ഒരുക്കങ്ങൾ നമ്മൾ വിപുലീകരിക്കണം. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ പുനരുദ്ധാരണത്തിന് 5ാം ഘട്ടത്തിലേക്ക് കടക്കും. അറിയാലോ, 1ാം ഘട്ടം നമ്മൾ സ്ഥലം കിട്ടിയാൽ വഴി കാര്യങ്ങൾ, 2ാം ഘട്ടം നമ്മൾ ഫ്രണ്ട് ഭാഗം കട്ട വിരിച്ച് റെഡിയാക്കി, 3ാം ഘട്ടമായിട്ട് നമ്മൾ പടിഞ്ഞാറ് വശത്തുള്ള മേൽക്കൂര പുനർനിർമ്മിച്ചു, 4ാം ഘട്ടമായിട്ട് നമ്മൾ ഈ തെക്ക് ഭാഗത്തുള്ള മതില് പുനർനിർമ്മിച്ചു, 5ാം ഘട്ടമായിട്ട് നമ്മൾ ഈ തടപ്പരയും കിഴക്ക് ഭാഗത്തുള്ള ക്ഷേത്രത്തിൻ്റെതും പുനർനിർമ്മിക്കുക, അതിന്റെ കേടുപാടുകൾ തീർത്തുകൊണ്ട് നമ്മൾ നവീകരിക്കുക. അതിന് ഇന്ന് തുടക്കം കുറിച്ചിരിക്കും. അപ്പൊ അതിൽ എല്ലാവരുടെയും ഭക്തരുടേതായ പങ്കാളിത്തം നിർബന്ധമാണ്. പല രീതിയിലും ശാരീരികമായും സാമ്പത്തികമായിട്ടുള്ള എല്ലാ പങ്കാളിത്തം കൊണ്ടാണ് നമ്മൾ ഈ വിപുലമായ രീതിയിൽ നമുക്ക് പരിപാടികൾ ക്ഷേത്രത്തിൽ ആസൂത്രണം ചെയ്യാൻ കഴിയും. അപ്പൊ ഇന്ന് മുഖ്യമായിട്ടുള്ള ഈ യോഗത്തിലെ അജണ്ട നമുക്ക് മഹാശിവരാത്രി 2026 വിപുലമായിട്ട് ചർച്ച ചെയ്യണം, അതിന്റെ സാഹസംഗം രൂപീകരിക്കണം, ചാർട്ട് ചെയ്യണം. അതിൽ നല്ലൊരു പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. ഇതിലെത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം ചെയ്യേണ്ട, പ്രത്യേകിച്ച് നമ്മുടെ കമ്മിറ്റി പ്രസിഡന്റ് ജയേട്ടൻ സ്വാഗതം ചെയ്തു. ഇത് നമ്മുടെ ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പുതിയ വാർഡ് മെമ്പറാണ്, കഴിഞ്ഞ ഇലക്ഷനിൽ തെരഞ്ഞെടുത്ത ആളാണ്, നമ്മുടെ വാർഡിന്റെ ഈ ക്ഷേത്രം നിൽക്കുന്ന വാർഡിന്റെ അല്ലെ മെമ്പറാണ് ധന്യാനീഷ്, 15ാം വാർഡിന്റെ മെമ്പറാണ്. അദ്ദേഹം നമ്മുടെ ഇന്നത്തെ യോഗം ഉദ്ഘാടനം ചെയ്തു. ഒരു തർക്കം സ്വാഗതം ചെയ്തു. പിന്നെ നമ്മുടെ സെക്രട്ടറി പി ചന്ദ്രേട്ടൻ രാത്രി കാര്യപരിപാടികൾ വിശദീകരിക്കുന്നതിനെ പറ്റിയിട്ട് ആ പരിപാടികൾ പ്രസിഡന്റിന്റെ പ്രസംഗം കഴിഞ്ഞ അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞ് ചന്ദ്രേട്ടൻ വിശദീകരിക്കണം. ചന്ദ്രേട്ടൻ സാക്ഷ്യം സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ വാദസമിതി പ്രസിഡന്റ് ശ്രീരാമയുടെ പ്രസിഡന്റ് സ്വാഗതം ചെയ്യുന്നു. മറ്റു വാദസമിതി അംഗങ്ങൾ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, മറ്റു ഭക്തര് എല്ലാം പങ്കെടുക്കുന്ന സാഹസംഘ എല്ലാ അംഗങ്ങളെയും ഒറ്റ വാക്കിൽ മഹാക്ഷേത്രത്തിന് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിലെ കാര്യപരിപാടിയിലേക്ക് കിടക്കാം. അധ്യക്ഷനായിട്ട് ജയേട്ടനെ 2026 മഹാശിവരാത്രി ആഘോഷം എങ്ങനെയൊക്കെ വേണം എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. അതിനെപ്പറ്റി കുറച്ചൊക്കെ വാക്കേറ്റ് വിജയൻ സംസാരിച്ചു. ഇനി നമ്മുടെ സെക്രട്ടറി ചന്ദ്രൻ നായർ കൂടുതൽ വിശദമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കും. എന്തൊക്കെ പരിപാടികൾ വേണം, കഴിഞ്ഞ വർഷത്തിൽ നിന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ വേണോ, അതോ കഴിഞ്ഞ വർഷത്തെ അതേ പരിപാടികൾ തന്നെ മതിയോ എന്നൊക്കെ നമ്മൾ ഈ മീറ്റിങ്ങിലാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അതിന് എല്ലാവരും അതിൽ ആക്റ്റീവായിട്ട് പങ്കെടുക്കണമെന്ന് ഞാൻ പറയണം. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പറയണം, എന്ത് വേണം എന്നുള്ളതിനെ കുറിച്ച്. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ വാർഡ് മെമ്പറെ ക്ഷണിക്കും. എല്ലാവർക്കും പറ്റുന്ന ഭാഗങ്ങളാണ്, പക്ഷേ ഈ പരിപാടിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഉദ്ഘാടനം ഇന്നത്തെ ശിവരാത്രി അവലോകന മീറ്റിംഗിൽ പങ്കെടുത്ത പ്രസിഡന്റ് കൂടി, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വാർഡിൻ്റെതായ മെമ്പർ രജനി, മറ്റ് സഹോദരിമാര് സഹോദരന്മാര്, നമസ്കാരം. നമ്മൾ തുടങ്ങി വെച്ച കാര്യങ്ങൾ ഒന്നും ഇന്ന് വരെ അത് നിർത്തിയിട്ടില്ല. അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ കൂട്ടി കൊണ്ടുവരണം. എക്സെപ്റ്റ് ഒരു കാര്യം മാത്രം, ദാറ്റ് ഈസ് വെടിക്കെട്ട്. അത് മാത്രമേ നിർത്തി വെച്ചിട്ടുള്ളൂ. ദൈവവും അറ്റ്മോസ്ഫിയറും സഹായിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാം, അതിനുള്ള കാര്യം. അപ്പോൾ നവരാത്രിയെ പറ്റി പറയുമ്പോൾ ആദ്യമായിട്ട് വേണ്ടത് നിങ്ങൾ എല്ലാവരും സഹായ സഹകരണമാണ്. പ്രത്യേകിച്ച് നമ്മൾ മാതൃസമിതി വളരെയധികം ആക്റ്റീവാണ്. അത് നമ്മളുടെയൊക്കെ എല്ലാവരും ഭാഗ്യമാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ വയസ്സമായ ആൾക്കാർ ഓടിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അവർ ഏറ്റെടുത്ത് നടത്താണ്. അത് തീർച്ചയായിട്ടും അതിന് അഭിനന്ദനം അറിയിക്കുന്നു. പിന്നെ ഇത് ശിവരാത്രി പ്രവൃത്തി എന്ന് പറഞ്ഞാൽ കാലത്ത് ഉഷാപൂജ മുതൽക്ക്
അത്താഴപൂജ വരെയുള്ള കാര്യങ്ങളാണ്. അത് ദേവസ്വം അല്ല അമ്പലത്തിന്റെ അതായത് ചിട്ടയിൽ നടക്കും. അതിൽ വ്യത്യസ്ത പരിപാടികളുണ്ടാവും. പറവറപ്പുണ്ടാവാം, കേളിമേളം എന്നുള്ള പരിപാടികളോടിയിട്ടാണ് നമ്മളത് എഴുന്നള്ളിപ്പോടുന്ന കണ്ണേക്ക് വന്നു അങ്ങനെയുള്ള ഇതോടിയിട്ട് അത് അതിൻ്റെ രൂപത്തിൽ നടക്കും. പിന്നെ ചിത്രപാടിൻ്റെ പേരിൽ നമ്മൾ ഇവിടെ സംഗീതോത്സവം നടത്താറുണ്ട് കൊല്ലും. ഇക്കൊല്ലും അത് ഉണ്ടാവും എന്നുള്ള തീരുമാനത്തിലാണ് നമ്മൾ എടുക്കേണ്ടത്. കൂടാതെ നമ്മുടെ അമ്പലത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പേര് കേട്ടത് അന്നദാനമാണ്. എവിടെ ചെന്ന് പോയാലും ശിവനമ്പലത്തെ അന്നദാനം അതിനെ കഴിച്ച് വേറെ ഒന്നുള്ളൂ എന്നുള്ളതാണ് എല്ലാവരുടെയും അഭിപ്രായം പുറത്തൊക്കെ പോകുമ്പോൾ. അപ്പൊ ആ സൽപ്പേരിനെ ഒന്നും കൂടി ഉയർത്താനുള്ള സംവിധാനം നമുക്ക് ചെയ്യണം. അതിന് എന്തെല്ലാം നമുക്ക് വേണം, എന്തെല്ലാം കുറവുണ്ട്, ഇതെല്ലാം നമ്മൾ നിറവേറ്റിക്കൊണ്ട് ഭംഗിയായിട്ട് കൊടുക്കാൻ നമുക്ക് സഹായിക്കണം. അതിന് എല്ലാവരും മെന്റലി സജീവമായിട്ട് പ്രിപ്പയർഡ് ആവും. അവിടുത്തെ കാര്യങ്ങൾ ഡൈനിങ് ഹാള് എന്ന് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ രൂപത്തിൽ നടക്കും. എന്നിരുന്നാലും നമുക്കതിനൊരു ഉത്തരവാദിത്തപ്പെട്ട ആളെ നിയമിക്കണം. ഒരു കമ്മിറ്റി വേണം. എല്ലാ കൊല്ലത്തെ പോലെ തന്നെ ഗോവിന്ദനാണ് അന്നദാനത്തിൻ്റെ നമ്മുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാറ്. ഗോവിന്ദനും മോഹനൊക്കെ ഇപ്രാവശ്യം അവരെ പോലുള്ള ആൾക്കാരുണ്ട്. പിന്നെ ബാക്കിൽ നമ്മൾ ഉണ്ടാവും എല്ലാ കാര്യവും നടത്താൻ. പിന്നെ അതിന് കൂടുതൽ നമ്മൾ വേർപ്പൊഴുക്കണം. നല്ലൊരു ഉത്തരവാദിത്തമാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. കൊല്ലം കൂടി കഴിഞ്ഞ വളരെ ഭംഗിയാക്കി അതുപോലെ തന്നെ ഇക്കൊല്ലവും ഭംഗിയാക്കി നടത്താൻ നിങ്ങൾ ശ്രമിക്കുക. എവിടെ വീഴ്ച വന്നാലും ഞങ്ങൾ പിള്ളേർക്ക് ഒപ്പമുണ്ടാവും, യാതൊരു സംശയമില്ല. പിന്നെ പറന്നറപ്പിൻ്റെ കാര്യം എൻ്റെ ആഗ്രഹം നമ്മളെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ അവരെ പറ വയ്ക്കുക. കാരണം ഈ തിരുമുറ്റം പിള്ളേരെ നാരായണം അതൊന്നും സഹായിച്ചിട്ടില്ല. 8-10 വരെയൊക്കെ ആവാറുണ്ട്. അപ്പോൾ അത് വലിയ ഇതൊന്നുമില്ല. ഇനി ഈവൻ നിങ്ങൾ പൂ കൊണ്ട് വളർച്ചാൽ മതി, ഓക്കെ. അല്ല നെല്ലെണ്ണ വെക്കുന്ന നെല്ലാണ് അഭികാമ്യം, നമ്മൾ ആഗ്രഹിക്കുന്നു അതാണ്. എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷം അത് നമുക്ക് അമ്പലത്തിലെ മറ്റുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യാൻ നമുക്കൊരു ഇൻസെൻറ്റീവ് ആണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. നെല്ലിന് വേണ്ടി ഓടിപ്പായണ്ട. നെല്ല് നിങ്ങൾ ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ നെല്ല് ഞാൻ പ്രൊവൈഡ് തരാം. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക വേണ്ടു. അത് എങ്ങനെയൊക്കെ ഒരു പഠനത്തിൽ എന്തൊക്കെ വേണമെന്നുള്ള കാര്യം നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് എന്ത് കൊണ്ടുവരാൻ പറ്റും അത് ചർച്ച ചെയ്യാം. വെറുതെ എന്ത് കിട്ടും അതും ചർച്ച ചെയ്യാം. അപ്പോൾ അത് ഒന്ന് ശ്രമിക്കുക. കഞ്ഞെടുത്തായിട്ട് കൂടുതൽ ഭാഗം ഉണ്ടാവണം എന്നുള്ളതാണ് ആഗ്രഹം. കാരണം അതൊരു ഐശ്വര്യമാണ്. ഐശ്വര്യം നല്ല നിറഞ്ഞൊഴിച്ച് അവിടെ നിൽക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് നമ്മുടെ ഉത്സവം മഹാകേമമായിട്ട് കൊണ്ടുപോകണം. ഇപ്പോൾ അമ്പലത്തിൻ്റെ മെയിൻ്റനൻസ് അത് അതിൻ്റെ രൂപത്തിൽ നടക്കും. അതിനൊന്നും യാതൊരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. അത് അതിൻ്റെ രൂപത്തിൽ നടക്കും. ഇപ്പോൾ നമ്മൾ വലിയൊരു കാര്യമാണ് ഈ നടപ്പര ഇത് പൊളിച്ചു കഴിഞ്ഞു അത് പണിയെടുക്കുന്നത്. ഇപ്പൊ എൻ്റെ സർവീസിൽ എൻ്റെ ഇതിൽ അജുവഞ്ചി ഞങ്ങളിവർ രണ്ടാമതാണ്. നിങ്ങൾ രണ്ടുപേരും പോയ 4 പേര് അന്നിട്ട് അന്ന് ഇവിടെ ചിറ്റര ഗോപാലേട്ടനാണ് അതിന് മെയിൻ മറ്റേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ ചെയ്തു പ്രാവശ്യം. അപ്പൊ നമ്മളെ കമ്മിറ്റി ഒരു പ്രാവശ്യം ചെയ്യേണ്ടതായിട്ട് വരും. അത് വേറെ അതും നമുക്ക് ഭംഗിയാക്കണം, നന്നാവണം. അല്ലാതെ ടോട്ടലി ഉള്ള പരിപാടി നമ്മൾ ചെയ്യുന്നില്ല. അന്നത്തെ അമ്പലത്തിൽ ഉപയോഗിക്കുന്ന മരങ്ങളെ കൊണ്ടുള്ള പട്ടിക തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നടക്കുകയുള്ള ഒന്നും പറയാൻ തോന്നുന്നില്ല. ചെയ്തിരിക്കുമ്പോൾ അവരുടെ കാര്യങ്ങളും നമ്മൾ കൂട്ടായി ചെയ്ത് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ക്ഷേത്രത്തിലെ പറതെറുപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരോഗ്യപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നാൽ അതിൻ്റെ ഒരു കാര്യങ്ങളെ പറ്റി 2 വാക്ക് പറയും. പറതെറുപ്പ് അമ്പലത്തിലെ ഒരു തേജസ്സുള്ള ഒരു വഴിപാടാണ്. നാട്ടുകാരോട് എല്ലാവരും സഹകരിച്ച് ഞാൻ അറിയാത്തവരോട് പ്രൊട്ടക്ട് ചെയ്തിട്ട് പറയാറിക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ മലയിൽ പറഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാർ നെറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായി എന്നൊക്കെ ചോദിച്ചു, പൂക്ക തരുമെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ആൾക്കാർ അപ്പൊ അതുകൊണ്ട് ഞങ്ങളെല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ കഴിഞ്ഞ കൊല്ലം 12 പറയണ്ടായിരുന്നു. 12 മേലെക്കൂടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തരോടും. അപ്പോൾ അതൊരു ഐശ്വര്യമാണ്.
എല്ലാവരും സഹകരിച്ച് കമ്മിറ്റിക്കാരെ കൂടി ചെയ്യാച്ചാൽ ഇനി കൂടുതലുണ്ടാവും. പിന്നെ എൻ്റെ സ്വന്തം ഒരു അഭിപ്രായം. അതുകൊണ്ട് നന്നായി നടത്താൻ വേണ്ടി ഭഗവാൻ സഹായിക്കട്ടെ. നമ്മളെ ചുറ്റമ്പരിപ്പാട് നമ്മളെ വേർപിരിഞ്ഞ ശേഷം ചുറ്റമ്പരിപ്പാട് കലോത്സവം എന്ന് പറഞ്ഞൊരു പരിപാടി വെക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദ്ഘാടനം വെച്ചിട്ട് ഒരു ദിവസം ഒരു കലാപരിപാടികളാണ് നമ്മുടെ ആസം. അതിന് നേതൃത്വം കൊടുക്കുന്ന ഭരതൻ സജുമാട്ടൊക്കെയാണ്. സജുമാട്ട അതിന് വേണ്ടി ഈ പ്രാവശ്യം എന്ത് വേണമെന്നുള്ളത് നമസ്കാരം. നമ്മള് എല്ലാ വർഷവും സംഗീതോത്സവമാണ്. അപ്പൊ ഇക്കുറി കണ്ണയങ്കാവില് ഈ ഇതുപോലെ അപേക്ഷ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അപേക്ഷ വിളിക്കലാണ് പതിവ്. അപ്പോ ഒരു ദിവസത്തെ അപേക്ഷ ഇരുന്ന് കണ്ണയങ്കാവിൽ ഒരു ഉദാഹരണം പറയാൻ കേട്ടോ. അപ്പൊ ഇപ്പൊ ഒരു ദിവസത്തെക്കാൾ കൂടുതൽ അപേക്ഷകൾ അവിടെ വന്നു. പക്ഷെ നാട്ടുകാരല്ല, അത് സംഗീതം അറിയണ കുറെ ദൂരത്തുള്ള കുറെ ആൾക്കാരാണ് അപേക്ഷ കൊടുക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ എന്ന് പറയുമ്പോഴുള്ള ആ പേര് കാരണം കൊടുങ്ങല്ലൂര്, എറണാകുളം, കോഴിക്കോട്, അതുപോലെ കോട്ടയ്ക്കല്, പെരിന്തൽമണ്ണ, അങ്ങാടിപ്പുറം ഇത് ചുറ്റുഭാഗത്ത് നിന്ന് കണ്ടമാനം ആൾക്കാർ അപേക്ഷ വന്നിട്ട് ഒരു ദിവസം കൊണ്ട് നടത്താൻ പറ്റാത്ത അവസ്ഥയായി. അപ്പൊ അക്കമേളത്തിന് കൊടുക്കാൻ ഫണ്ട് ഒരു ദിവസത്തെ കണക്കാക്കിയിട്ടുള്ളൂ. അപ്പൊ അതിൽ ഫണ്ടില്ല. അപ്പൊ അത് രാവിലെ 7 മണി മുതൽ കേളി കുറച്ച് മാറ്റി രാത്രി 7:30 വരേക്ക് അത് ഉൾക്കൊള്ളിക്കാൻ പറ്റും. പാടുന്ന ആൾക്കാർക്കൊക്കെ ഒരു 10 മിനിറ്റ് സമയം കൊടുത്തുള്ളൂ. അപ്പൊ നമ്മള് ഇവിടെ ഇങ്ങനെ അപേക്ഷ വെക്കുമ്പോ ഇപ്പോ നമ്മള് എല്ലാ ഗ്രൂപ്പിലും ഇടും. നാട്ടിലെ ഗ്രൂപ്പല്ല പറഞ്ഞിട്ടോ, സംഗീതത്തിന്റെ കുറെ ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അപേക്ഷ സ്വീകരിക്കുമ്പോൾ നമുക്ക് ഈ കുറച്ച് സമയത്തിന്റെ ഉള്ളിൽ നടക്കില്ല. അങ്ങനെയാണെന്ന് വെച്ചാൽ അപേക്ഷ വിളിക്കാണ്ട് തന്നെ നടത്തട്ടെ. അപ്പൊ നമ്മള് ഏകദേശം ഒരു ഇവിടുത്തെ ഉദ്ഘാടനം ഇതൊക്കെ കഴിയുമ്പോഴേക്കും പിന്നെ നമുക്ക് ഒരു 3 മണി 3:30 വരില്ലേ പറ്റുള്ളൂ. നിറപ്പൊക്കെ ഉണ്ടാവുമ്പോ അതുണ്ടാവില്ല. അവര് ചെയ്തോളൂ. അപ്പൊ അതിന് കുറച്ച് സമയം കിട്ടുള്ളൂ. ഇനി സമയം കൂടുതൽ ഈ ശനി ഞായറായതുകൊണ്ട് ശനിയാഴ്ച ഒഴിവ് ദിവസമാണ്. അപ്പൊ അത് വേണമെങ്കിൽ ആലോചിക്കുക. അല്ലെങ്കിൽ ആ ദിവസം മാത്രം പരിമിതമായ കുറച്ച് ആൾക്കാരെ കൊണ്ട് നമ്മള് ഒരു എത്ര മണി പറന്നറപ്പ് 4 മണിക്കല്ലേ? 4 മണി വരെയല്ലേ വിളിച്ചത്? 9:30 അത് കഴിഞ്ഞിട്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല അത്. അപ്പൊ വഴുക്കും. അന്ന് തിരുവാതിരക്കളി ഉണ്ടാവില്ലേ രാവിലെ? തിരുവാതിരക്കളി ചുറ്റുകല്ലൂരാ. ഭക്ഷണം കഴിക്കാൻ അതേ അവർക്ക് വരുമ്പോ ഉള്ളിലേക്ക് കടക്കാൻ പറ്റില്ല. അപ്പൊ പ്രോഗ്രാംസ് ചെയ്യുന്ന ആൾക്കാർ ഇതേ കടക്കുന്നത് പോലെ മറ്റുള്ള ഭക്തജനങ്ങൾ അതേ ചേരുന്നത് പോലെ ആയിട്ട് എന്തെങ്കിലും സംവിധാനം ഉണ്ടാകും. ഇവിടെ തിക്കി തിരക്കിയിട്ടാണ് പോണത്. അമ്പലത്തിൽ പോയ വഴിപാട് വലിയ കുഴപ്പമില്ലാതെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ആക്റ്റീവായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിൽ കൂടുതലല്ലാതെ എന്തായാലും കുറയില്ല. ഒരാൾക്ക് ചായ കൊടുക്കാൻ ഞങ്ങളിൽ കഴിയുന്ന എല്ലാവരും ഉണ്ടാവും. ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാനുണ്ടാവും. പറന്നറപ്പിന് ഉണ്ടാവും. എല്ലാവരും സമിതി എല്ലാവരും വക ഓരോന്നായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഉണ്ടാവും. അതല്ലെങ്കിൽ കൂട്ടായിട്ട് എന്തായാലും ഉണ്ട്. ജില്ലയില് മാതൃസമിതിയുടെ വക ഉണ്ടാവും. അത് എത്രയെന്ന് പറയാൻ ഞങ്ങളൊന്ന് അതേ സമയത്ത് വന്നിട്ട് വളമാനും റെസിപ്റ്റ് ബുക്കിന്റെ കേസ് സംഭാവനയുടെ ശിവരാത്രിയുടെ സംഭാവനയുടെ റെസിപ്റ്റ് ബുക്ക് അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റു വഴിപാട്, പുഷ്പാഞ്ജലി കാര്യങ്ങൾ അങ്ങനെയുള്ള റെസിപ്റ്റ് ബുക്കുകളൊക്കെ സ്റ്റോക്ക് ക്ലിയർ ആക്കാനുള്ള ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പുതിയ റേറ്റിലാണ് ഇനിയുള്ള ഇതൊക്കെ വരുന്നത്. അതൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അത് കൊടുത്തിട്ടുണ്ട്, ഞാൻ കൊടുത്തിട്ടുണ്ട്.
ഈ ബാക്കി അല്ലാണ്ട് പ്രശ്നം വരില്ല. കൗണ്ടർ എന്തായാലും ഒരു 6 ആൾ 7 ആൾ എന്തായാലും വേണ്ടി വരും. നല്ലതാണ് നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. തിരക്കുണ്ടാവും. തിരക്ക് എന്തായാലും ഞായറാഴ്ചയാണ്. എന്തായാലും ഒരു 6 ആള് എന്തായാലും കൗണ്ടറിൽ വേണം. എന്നാലും നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. ആൾക്കാരുണ്ടാവാൻ ആ ഒരു പഴയ ടീമായിട്ട് അങ്ങനെ ഉഷാറായിട്ട് പോവാം. അത് കുഴപ്പമുള്ള ഇപ്പൊ തലേ ദിവസം നമ്മൾ നടത്തുന്നത് കാലത്ത് 5:30 മഹാഗണപതി ഹോമം മേൽശാന്തി ചെയ്യുന്നു. 6:15 ഉഷപൂജ, 7 നവകം പച്ചകവി. ഇത് ശിവരാത്രി നിർത്താം. തലേ ദിവസത്തെ കാലത്ത് 5 മണിക്ക് മഹാഗണപതി ഹോമം, 6:30 1000 കുടം ധാര. 1000 കുടം ധാര നേതൃത്വം കൊടുക്ക തന്ത്രിയാണ്. അപ്പൊ തന്ത്രിയെ പോയി ക്ഷണിക്കണം, അവര് വരുത്തണം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം തന്ത്രി സജഷൻ പറഞ്ഞിരുന്നു, ഈ നവകം പഞ്ചഗവ്യം ശിവരാത്രി എന്നാണ് വെക്കുന്നത്. അത് നമ്മൾ ആദ്യം 1000 കുടം ധാരയുടെ സമയത്താണ് വെച്ചത്. 2 കൂടി തലേദിവസം ആക്കുകയാണെങ്കിൽ അവരുടെ സാന്നിധ്യം ഒരു ദിവസം മതി എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചിട്ട് ചിലപ്പോൾ മാറ്റുമെങ്കിൽ തലേദിവസത്തിൽ മാറ്റും. അല്ല പൈസ നമുക്ക് കുറയും. മറ്റേത് അപ്പൊ തന്ത്രിയോട് ആലോചിച്ചിട്ട് ഈ 1000 കുടം ധാരയുടെ സമയത്ത് തന്നെ നവകം പഞ്ചഗവ്യം കർമ്മം, അതൊരു ചടങ്ങാണ്. അത് ചെയ്യാൻ കഴിയാച്ചെങ്കിൽ അങ്ങനെ മാറ്റും. പിന്നെ കഴിഞ്ഞിട്ട് 15 ഉച്ചനിവേദ്യം, 6 ചുറ്റുവിളക്ക്, ദീപാരാധന, അത്താഴപൂജ. ഇത്രയാണ് സജിമാഷെ തലേദിവസം പരിപാടിയുള്ളൂ. തലേദിവസം വേറെ ക്ഷേത്രത്തിന്റെ ഒക്കെ തലേദിവസം പരിപാടി. പിറ്റേ ദിവസം നമ്മൾ കാലത്ത് 5:30 മഹാഗണപതി ഹോമം, 6:15 ഉഷപൂജ, ഈ 7 നവാകം പഞ്ചഗവ്യം. അത് തലേദിവസം ആവുകയാണെങ്കിൽ അത് ഉണ്ടാവില്ല. അതിന് പകരം 7 മുതൽ 9 വരെ പ്രഭാതവർഷം അങ്ങനെ തുടരും. പിന്നെ 8 വിദ്യാഗോപാല മന്ത്രാർച്ചന. അതിപ്പോ ഇന്നലെ വന്ന തിരുമേനി വേണി വരാന്ന് പറഞ്ഞു. 8:45 കഴിഞ്ഞ കൊല്ലം പറനിറപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ചെയ്യല്ലേ? 8:45. അപ്പൊ 8 വിദ്യാഗോപാലം തുടങ്ങി കഴിഞ്ഞാൽ 8:56 9 ഉണ്ടാവും. 9 ഉള്ളിൽ തീർത്തിട്ട് 8:45 കൊടുക്കാം. അല്ല 9 ആവും. 8:50 കിടന്നോട്ടെ. അല്ല പറനിറപ്പാണ്. അത് കൊട്ടിക്കോട്ടെ. 9 ആവും. പിന്നെ 9:30 പത്മശ്രീ പി ചിത്രംപുരിപ്പാട് സ്മാരക കലോത്സവം. കഴിഞ്ഞ പ്രാവശ്യം ദേവസ്വം ചെയർമാനാണ് ഉദ്ഘാടനം ചെയ്തത്. പ്രാവശ്യം നമുക്ക് ഒരാളെ കൊണ്ടുവരും. ആരെങ്കിലും നമുക്ക് ആലോചിക്കാം. അത് ചേട്ടന് ഫ്രീ ആയിട്ടുണ്ട്. പിന്നെ 11 മുതൽ 2 വരെ പ്രസാദമുണ്ട്. മാറ്റം വേണ്ടല്ലോ. വൈകുന്നേരം 5 കണ്ണങ്കാവിൽ നിന്നും മേളത്തോടു കൂടി എഴുന്നള്ളും. അങ്ങനെ ചെയ്യല്ലേ? പിന്നെ 6:30 ദീപാരാധന, 7 തായമ്പക, 8 എഴുന്നള്ളിപ്പ്, അത്താഴപൂജ. തായമ്പകയാണ് അന്ന്. തായമ്പകയാണ് 7 മണിക്ക് തായമ്പക, 8 എഴുന്നള്ളിപ്പ്, അത്താഴപൂജ. 8 എഴുന്നള്ളിപ്പ്, അത്താഴപൂജ കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അമ്പലത്തിന്റെ ഉള്ളിൽ എല്ലാ ചടങ്ങും കഴിഞ്ഞു. പിന്നെ 8:30 മുതലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ആരംഭിക്കും. കിഴക്ക് ഭാഗത്ത് നൃത്തനൃത്യങ്ങളാ അങ്ങനെയുള്ള പരിപാടി 8:30 വേണമെങ്കിൽ ആരംഭിക്കും. 9 എന്നല്ല, 8:30 സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ 8:30, 9:30, 10:30, 11:30, 12:30 വരെ 4 മണിക്കൂർ ഉപയോഗിക്കും. 8:30 സ്റ്റാർട്ട് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിയാം. അപ്പൊ നമുക്ക് ഈ പരിപാടി ഇതേ മട്ടിലുണ്ട്. അരിഞ്ഞ് കൂട്ടലോ കുറയ്ക്കലൊന്നും പറ്റും. ഇതിപ്പോ ആ ഡൗട്ട് പറഞ്ഞാൽ നവകം പഞ്ചഗവ്യാണ്. അത് തന്ത്രിയോട് ചോദിച്ചിട്ട് തലേദിവസം ചെലവ് പറയും. അപ്പൊ ആ ഒരു ദിവസത്തെ ദക്ഷിണ കുറച്ച് കൊടുത്താൽ ഒരു ദിവസത്തെ ദക്ഷിണ ഈ വർഷത്തെ ശിവരാത്രി ആഘോഷത്തിന്റെ പരിപാടി ഇവിടെ വിശദമായിട്ട് ചർച്ച ചെയ്യണ്ടായി. ചർച്ചയിൽ വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ കൊണ്ടുകൊണ്ട് നല്ല രീതിയിൽ പരിപാടികൾ വിജയിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാവുക. എല്ലാവരും അതിന് സഹകരിക്കുക. മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.
ദീർഘമായ ചർച്ചകൾക്കൊടുവിൽ വരാനിരിക്കുന്ന ശിവരാത്രി മഹോത്സവം ഭക്തി നിർഭരവും ഒപ്പം വളരെ വിപുലമായും ആഘോഷിക്കാൻ കമ്മിറ്റി ഐക്യകണ്ഠേന തീരുമാനിച്ചു. ഓരോ അംഗവും ആവേശത്തോടെയാണ് ഈ തീരുമാനത്തെ ഏറ്റെടുത്തിരിക്കുന്നത്. യോഗത്തിന് ശേഷം ക്ഷേത്രത്തിലെ മധുരമൂറുന്ന പ്രസാദ പായസവും കഴിച്ച് നിറഞ്ഞ സംതൃപ്തിയോടെയാണ് എല്ലാവരും മടങ്ങുന്നത്. പകരാവൂരിലെ ഈ മനോഹരമായ പകൽ വിശേഷങ്ങൾ ഇതോടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാനും അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. ആദ്യമായി കാണുന്നവർ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തു പോകാൻ അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വിശേഷവുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ജനു ജനാർദ്ദനൻ മൂക്കുതല. ബായ്.